നമസ്കാരം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി കുടിയേറ്റമൊക്കെ നിയന്ത്രിച്ച് യുദ്ധരഹിത ലോകം കെട്ടിപ്പടുക്കും എന്നായിരുന്നു പ്രചാരണ സമയത്ത് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തത്. അമേരിക്കയെ മഹത്തരമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ ജനുവരിയിൽ രാജ്യത്തെ 47ാമത് പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റത്. അമേരിക്ക ആദ്യം എന്ന നയം ആക്രമണോത്സുകമായി നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അധികാരമേറ്റാൽ ആദ്യ ദിനം ചെയ്യുന്നത് കൂട്ട നാടുകടത്തലാകുമെന്നാണ് ട്രംപ് തിരഞ്ഞെടുപ്പിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത്. 1.1 കോടി അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നും മെക്സിക്കോ അതിർത്തി മതിൽ വിപുലീകരിക്കുമെന്നും കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കൊക്കെ പൗരത്വം നൽകുന്നത് നിർത്തലാക്കുമെന്നൊക്കെയുള്ള ഒരു ട്രംപിസം തന്നെ, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ തന്നെ ഒന്നൊന്നായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ 3ാമതാണ് ഇന്ത്യ. പ്രധാനമന്ത്രി മോദി സുഹൃത്തൊക്കെയാണ്, പക്ഷേ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ട്രംപ് അന്നേ അറിയിച്ചു. അതൊക്കെ ഓക്കെയാണെന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരെ 3ാം ആഴ്ചയിൽ തന്നെ അമേരിക്ക തിരിച്ചയക്കുന്നത്. ഇത്രയധികം ദൂരത്തേക്ക് കുടിയേറ്റക്കാരെ തിരികെ അയക്കുന്നത് ആദ്യമായിരുന്നു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മോദി അമേരിക്ക സന്ദർശിക്കാൻ കൂടി ഇരിക്കുന്നതിനിടെയാണ് ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത്. അമേരിക്കൻ പൗരത്വം നേടിയവർ, ഗ്രീൻ കാർഡ് ഉള്ളവർ, H-1B വിസയിൽ എത്തിയവർ, ഹ്രസ്വകാല സന്ദർശകർ, കുടിയേറ്റക്കാർ എന്ന് തുടങ്ങി ഏതാണ്ട് 48 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ ട്രംപ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ മൊത്തം 15 ലക്ഷം പേരാണുള്ളത്. ഈ പ്രാഥമിക പട്ടികയിൽ 18,000 ഇന്ത്യക്കാർ കൂടിയുണ്ട്. എന്നാൽ 7.25 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന. അമേരിക്കയുടെ നാടുകടത്തലിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അതായത് ആദ്യ സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നതും ഇതാദ്യമായിട്ടല്ല. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നതെന്നും 2009 മുതലുള്ള നടപടിക്രമമാണെന്നുമാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. അമേരിക്കയിൽ നിന്ന് 104 പേർ മടങ്ങി വരുന്നുണ്ടെന്ന കാര്യം അറിയാമായിരുന്നു. അവർ ഓരോരുത്തരുടെയും പൗരത്വം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് US സൈനിക വിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാൻ തന്നെ അനുമതി നൽകിയത്. ഇതൊരു പുതിയ പ്രശ്നമോ സംഭവമോ ഒന്നുമല്ല. വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇത് നടക്കുന്നുണ്ട്. പ്രതിവർഷം 100 കണക്കിന് ഇന്ത്യക്കാരാണ് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടിട്ടുള്ളത്. 2012 530 പേർ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 2019 2000 പേർ മടങ്ങി വന്നിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാടുകടത്തപ്പെട്ട ഓരോ ഇന്ത്യക്കാരനുമായും അധികൃതർ സംവദിക്കും. എങ്ങനെയാണ് അമേരിക്കയിൽ എത്തപ്പെട്ടത്, ആരായിരുന്നു ഇതിന്റെ ഏജന്റ് എന്നൊക്കെ അന്വേഷിക്കും. നിയമവിരുദ്ധമായിട്ട് കുടിയേറാൻ സഹായിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവയുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു തന്നെ നടപടിയെടുക്കും. അത്തരം സാഹചര്യങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. നിയമപരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനധികൃത നീക്കങ്ങൾ തടയുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. വിദേശത്ത് കഴിയുന്ന പൗരന്മാർ അനധികൃതമായാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അവരെ തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാജ്യങ്ങൾക്കും തന്നെയുണ്ട്. നാടുകടത്തൽ ഒരു പുതിയ സംഭവ വികാസം അല്ലെന്ന് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നാടുകടത്തലിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടിയായിരുന്നു ജയശങ്കർ നൽകിയത്. ചുമതലയേറ്റ ദിവസം ആദ്യം ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡറിലൊന്ന് അതിർത്തിയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു. ശേഷം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനായി പരിശോധനകളും ട്രംപ് ആരംഭിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ സൈനിക വിമാനങ്ങളിൽ വിലങ്ങണിയിച്ച് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി തുടങ്ങി. 2021 US അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ആളുകളെ എത്തിക്കാൻ രാജ്യം സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് പോലും. ഇവരിൽ അധികം പേരും സലൂണുകളിലും ഗ്രോസറികളിലും നഴ്സറികളിലും ഒക്കെ ജോലി ചെയ്തിരുന്നവരാണ്. ട്രംപിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച അന്നാട്ടുകാർ ഒരു ദിവസം സ്ഥാപനങ്ങൾ അടച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പുത്തൻ കുടിയേറ്റ നയത്തിൽ ആദ്യം പ്രതിഷേധമുണ്ടാക്കിയത് കൊളംബിയയാണ്.
കുടിയേറ്റക്കാരുമായിട്ടുള്ള 2 US സൈനിക വിമാനങ്ങൾ രാജ്യത്ത് ഇറങ്ങുന്നത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ തടഞ്ഞിരുന്നു. കുടിയേറ്റക്കാരെ മനുഷ്യരായി പരിഗണിക്കണമെന്നും ഇവരെ സൈനിക വാഹനത്തിൽ അയച്ചതുമാണ് പ്രകോപനം ഉണ്ടാക്കിയത്. ഇത് പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി ട്രംപ് പ്രതികാര നടപടിയായി ഇറക്കുമതിക്ക് 25% അധിക നികുതി ചുമത്തി. ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ 3ാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് കൊളംബിയ. കൊളംബിയ അവസാനം ട്രംപിന് വഴങ്ങേണ്ടി വന്നു. പിന്നീട് ബ്രസീലിലേക്കാണ് വിമാനം അയച്ചത്. US നിന്ന് നാടുകടത്തപ്പെട്ട് ബ്രസീലിലേക്ക് തിരിച്ചയച്ച യാത്രക്കാരെത്തിയത് കൈവിലങ്ങുകൾ ധരിച്ച മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട നിലയിലായിരുന്നു. പ്രതീക്ഷയോടെ കുടിയേറാനെത്തിയ രാജ്യത്തു നിന്ന് തിരിച്ചയക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ എന്നത് US പ്രത്യക്ഷമായി അവഗണിച്ചുവെന്നാണ് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത്. ഇങ്ങനെ നാടുകടത്തപ്പെട്ടവരുമായി ബ്രസീലിന്റെ വടക്കൻ നഗരമായ മനാവസിലെത്തിയ വിമാനത്തിലുണ്ടായിരുന്ന 88 പേരും കൈവിലങ്ങ് ധരിച്ചിരുന്നുവെന്നതും ലോകത്തോട് മുഴുവൻ ട്രംപ് നൽകിയൊരു സൂചനയായിരുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നീക്കം. മെക്സിക്കോ, പെറു, ഗ്വാട്ടിമാല എന്നിവിടങ്ങളിലേക്കും കുടിയേറ്റക്കാരെ തിരികെ അയച്ചിട്ടുണ്ട്. നാടുകടത്തൽ ആദ്യമായല്ല, എന്നാൽ അതിനായി സൈനിക വിമാനം ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു. നന്ദി.